പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പള്ളാത്തുരുത്തി ബോൾ ക്ലബ്ബ് പുരസ്കാരം നേടിക്കഴിഞ്ഞു. രണ്ടാം സ്ഥാനം വിയ്യപുരത്തിനാണ്. വിയ്യപുരം ട്രോഫികൾ കരസ്ഥമാക്കി. ഈ പുന്നമടക്കായലിന് ആവേശം അത്യുന്നതിയിലെത്തിച്ച ഈ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സമാപനമായിരിക്കുന്നു. PBC 5ാം തവണയും പുരസ്കാരം നേടിയിരിക്കുന്നു. വളരെ മൈക്രോ സെക്കൻഡുകൾ വ്യത്യാസത്തിലാണ് ഈ പുന്നമടക്കായലിൽ ഈ പള്ളാത്തുരുത്തി ബോൾ ക്ലബ്ബ് നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിരിക്കുന്നത്. ഈ വിയ്യപുരമാണ് 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ വളരെ അടുത്ത് കാണാം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. ഈ കാരിച്ചാൽ ചുണ്ടൻ പലയാവർത്തി നേരത്തെ പലപ്പോഴും കാരിച്ചാലിന് ഒരു കപ്പെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ചുണ്ടൻ എന്നുള്ള നിലയ്ക്ക്. എന്നാൽ PBC അതിൽ കയറിയപ്പോൾ അവരുടെ ശക്തമായ രീതിയിൽ മുന്നോട്ടുള്ള കുതിപ്പിൽ വല്ലഭന് പുല്ലുമായുധമെന്ന് പറയും പോലെയാണ്. ഈ PBCക്ക് ഏത് ചുണ്ടൻ കിട്ടിയാലും PBCക്ക് ഏത് ചുണ്ടനും ആയുധമാണ്. PBCക്ക് ഏത് ചുണ്ടനും കപ്പാണ്. നമ്മളെ PBC ഒന്ന് വിളിച്ചു നോക്കിയാ, പക്ഷെ വരുന്നില്ല. ഒന്ന് വിളിച്ചു നോക്കിയാ എന്തായാലും പള്ളാത്തുരുത്തി ബോൾ ക്ലബ്ബ് ചരിത്രമാണ് നേരിടുന്നത്. ഇത് ചരിത്രമാണെന്ന് പറഞ്ഞാൽ അസാധ്യമായ ചരിത്രമാണ്. അത്രത്തോളം തീപാറും പോരാട്ടത്തിൽ, അത്രത്തോളം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ, അത്രത്തോളം അങ്ങേയറ്റത്തെ പോരാട്ടത്തിന്റെ പരമാവധിയിൽ ദശാംശം മൈക്രോ സെക്കൻഡ് വിജയത്തിലാണെന്ന് പറഞ്ഞാൽ പോലും ആ വിജയം ഒരു വിജയമാണ്. വള്ളംകളിയിൽ അവരുടെ കരുത്ത് കൂടുമ്പോൾ, വള്ളങ്ങളുടെ കരുത്ത് കൂടുമ്പോൾ ദശാംശം മൈക്രോ സെക്കൻഡ് കലാപ്രകടനം. പള്ളാത്തുരുത്തിയുടെ വിജയം ആഘോഷിച്ചുകൊണ്ട് പുന്നമടയുടെ ഓളങ്ങളിൽ കരിമരുന്ന് കലാപ്രകടനം അരങ്ങേറുകയാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് അവർ അവിടെ പവലിയന്റെ സമീപത്തേക്ക് പോകുന്നു. അവരുടെ ആരാധകരെ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പള്ളാത്തുരുത്തി UBC കൈനകരി പോലെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിനും ആരാധകർ നിരവധിയുണ്ട്. അവരുടെ നിരവധി ആരാധകർ ഈ ഓളപ്പരപ്പിലൂടെ യാത്ര ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. PBC എന്ന കൊടി, PBC എന്ന് രേഖപ്പെടുത്തിയ കൊടി ഇവിടെ മുഴുവൻ ഇപ്പോൾ ഒരു ആവേശത്തിന്റെ അലകടൽ സൃഷ്ടിച്ച് ആ കൊടിയുമായി ചെറു ബോട്ടുകളിൽ PBCയുടെ ആരാധകർ ഇങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങ് ദൂരെ കാണാം PBC ആ പവലിയനടുത്ത്, VVIP പവലിയനടുത്ത് അവരുടെ ആരാധകരെ അഭിവാദ്യം ചെയ്ത് കടന്നു പോവുകയാണ്. ഇത് പള്ളാത്തുരുത്തിക്കാർക്ക് ഇത് ആഘോഷത്തിന്റെ ദിവസമാണ്. തുടർച്ചയായി 5ാം നെഹ്റു കപ്പ് എന്ന അതുല്യ നേട്ടം, ചരിത്ര നേട്ടം. അവർ പുതിയ ചരിത്രം എഴുതുകയാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചരിത്രത്തിൽ പുതിയ ചരിത്രം തങ്കലിപികളിൽ എഴുതുകയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് PBC. ആ PBC എന്ന ക്ലബിന്റെ മികവ് കൊണ്ട് ഓരോ തവണയും കപ്പ് നേടുന്നു. ചുണ്ടന്റെ മികവിനേക്കാൾ ഉപരി ക്ലബിന്റെ മികവ്, അതിലെ തുഴച്ചിൽക്കാരുടെ കരുത്ത്, മനഃശക്തി, ആത്മവിശ്വാസം, ഇതൊക്കെയാണ് ഈ കപ്പിലേക്ക് അവരെ നയിച്ചത് എന്നത് ഓരോ തവണയും അവർ വലിയ പോരാട്ടം നടത്തി ജയിക്കുന്നു എന്നതുകൊണ്ട് തന്നെ തെളിയിക്കുകയാണ്. ഇത്തവണയും കഴിഞ്ഞ തവണയും മൈക്രോ സെക്കൻഡുകളിൽ ഒരംശത്തിന്റെ വ്യത്യാസത്തിലാണ് അവർ വിജയകിരീടം ചൂടിയത്. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഇത്രയും കടുത്ത ആവേശ പോരാട്ടം നടന്നിട്ടുണ്ടാവില്ല എന്നതുകൂടി ഓർക്കണം. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത പോരാട്ടത്തിനാണ് പുന്നമടക്കായലിന്റെ ഓളപ്പരപ്പ് ഇത്തവണ വേദിയായത്. ആലങ്കാരികമായി നമ്മൾ പറയും പുന്നമടയുടെ ഓളങ്ങളിൽ തീപിടിച്ചു എന്ന്. യഥാർത്ഥത്തിൽ പുന്നമടയുടെ ഓളപ്പരപ്പുകൾ യഥാർത്ഥത്തിൽ ആവേശമായിരുന്നു എന്ന്. അത്രത്തോളം ഇത്രത്തോളം ഒരു മത്സരം നെഹ്റു ട്രോഫിയുടെ ചരിത്രം കണ്ടുണ്ടോ എന്നറിയില്ല. അത്രത്തോളം ഇഞ്ചോടിഞ്ച് ശക്തമായ മത്സരം. 0.5 വ്യത്യാസം എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് നേരിയ വ്യത്യാസം മാത്രമാണ്. അതിൽ കപ്പ് നഷ്ടമായ ഒരു സങ്കടം. നേരിയ വ്യത്യാസമാണ്. ആ നേരിയ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടവരോട് സങ്കടം. പക്ഷേ PBC എത്ര നേരിയ വ്യത്യാസമാണെങ്കിൽ ജയിക്കുന്നുവെങ്കിൽ അവരുടെ 4ാമത്തെ ജയവും കഴിഞ്ഞ് അവരുടെ 5ാമത്തെ ജയമാണ്. അത് ചെറിയ ജയമല്ല. 70 വർഷങ്ങളുടെ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ടീം 5 തവണ തുടർച്ചയായി ജയിച്ചുവെങ്കിൽ അതിന്റെ ഒരേ ഒരു ഖ്യാതി PBCക്ക് മാത്രമാണ്. 3 അക്ഷരങ്ങൾ, വിന്നബിലിറ്റിയുടെ എക്സ്പെർട്ടൈസിന്റെ 3 അക്ഷരങ്ങൾ. PBC പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് എന്ന് പറയുന്ന 3 അക്ഷരങ്ങൾ മാത്രമാണ് എക്സ്പെർട്ടൈസിന്റെ അടയാളങ്ങൾ. എന്തായാലും PBC ചരിത്രം എഴുതി PBC. ഈ പുന്നമടയുടെ ഓളങ്ങളിൽ PBC അതിന്റെ പേരെഴുതി വെച്ചിട്ടാണ് പോകുന്നത്. നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായോ? ഇല്ല. 5:50 നമുക്ക് വേണേ ഒരു ആർപ്പോ വിളിച്ചെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം. 5ാം തവണയും നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിന് ആഹ്ലാദം അറിയിച്ചുകൊണ്ട് ആർപ്പോ
ഹീറോ ഹീറോ 5 തവണ BBC BBC ഹീറോ 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 ഓക്കെ ആവേശക്കൊടുമുടിയിലായിരുന്നു പുന്നമടക്കായൽ ഇത്രയും നേരം. ഇപ്പോഴും ആ ആവേശത്തിന്റെ അലകടൽ തീർന്നിട്ടില്ല. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് വീണ്ടും 5ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. കാരിച്ചാൽ ചുണ്ടനിലൂടെ പള്ളാത്തുരുത്തി 5ാം തവണയാണ് 1ാം സ്ഥാനം ഉറപ്പിക്കുന്നത്. കാരിച്ചാൽ ചുണ്ടൻ 5 വ്യത്യസ്ത വള്ളങ്ങൾ തുഴഞ്ഞാണ് അവർ കഴിഞ്ഞ ഈ 5 വർഷങ്ങളിലും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഈ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം മൈക്രോ സെക്കൻഡ്സിന്റെ വ്യത്യാസത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ ഈ ഒരു ദിവസം ഇന്നീ വള്ളംകളി മത്സരം കാണുമ്പോൾ അതിന്റെ ആ ഒരു പ്രാധാന്യമൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. എന്തായാലും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ വെല്ലാൻ മറ്റൊരു ബോട്ട് ക്ലബിനാകുന്നില്ല. പക്ഷെ അതേസമയം തന്നെ എടുത്തു പറയേണ്ടത് മൈക്രോ സെക്കൻഡ്സിന്റെ വ്യത്യാസമാണ്. മൈക്രോ സെക്കൻഡിൽ ആണ് 1ാം സ്ഥാനം വിയപുരം ചുണ്ടന് നഷ്ടമായിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, ആവേശകരമായ മത്സരം, അതായത് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഓഗസ്റ്റ് 10-ാം തീയതി നടക്കേണ്ടിയിരുന്ന മത്സരമാണ്. പിന്നീട് ഇത് വയനാട് ദുരന്തത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ ആ മത്സരം നടന്നു. വീണ്ടും പള്ളാത്തുരുത്തി ജലരാജാക്കന്മാരായിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം വിഷ്ണു? പ്രഭുത 70ാമത് നെഹ്റു ട്രോഫി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ചരിത്രമാണ്. ആ ചരിത്രത്തോടൊപ്പം എഴുതി വെക്കേണ്ട പേരായി പള്ളാത്തുരുത്തി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 2018 പായിപ്പാടനിൽ ആരംഭിച്ച ആ വിജയ ചരിത്രം അത് ഇത്തവണയും ആവർത്തിക്കുന്നു. 2018 പായിപ്പാടൻ, 2019 നടുഭാഗം, 2022 മഹാദേവ്ഗഡ് കാട്ടിത്തെക്കേതില്, 2023 വിയപുരം, ഇത്തവണ കാരിച്ചാൽ ചുണ്ടനിലേറെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 5ാം കിരീടം എടുക്കുകയാണ്. ഇതൊരു ചരിത്രമാണ്. കാരണം നേരത്തെ KTBC മാത്രമാണ് തുടർച്ചയായി 4 തവണ കിരീടം നേടിയിട്ടുള്ളത്. ഇതാദ്യമായ ഒരു ബോട്ട് ക്ലബ്ബ് വള്ളങ്ങൾ പലതും മാറിയെടുത്ത് വിജയം കുറിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരവും പ്രധാനപ്പെട്ടതുമായ കാര്യം. പള്ളാത്തുരുത്തിക്കപ്പുറത്തൊരു തുഴക്കരുത്ത് ഇനി വള്ളംകളി മേഖലയിൽ ഇല്ല. അതിനൊരു പുതിയ ആളുകൾ വരേണ്ടിയിരിക്കുന്നു എന്ന സാഹചര്യം. രാവിലെ മുതൽ തന്നെ വലിയ ആവേശമാണ് പുന്നമടക്കായലിന്റെ ഇരുവോരങ്ങളിലും ആളുകൾ എത്തിയത്. കാരണം അവർക്ക് ആശങ്കയുണ്ടായിരുന്നു ഇത്തവണ വള്ളംകളി നടക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക. ആ ആശങ്കയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് 2024 സെപ്റ്റംബർ 28-ാം തീയതി 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ നടക്കുമ്പോൾ ജനപങ്കാളിത്തം കൊണ്ടുകൂടി ശ്രദ്ധേയമാകുകയാണ് ഇന്നത്തെ ദിവസം. അതിന്റെ ആവേശം പരകോടിയിൽ എത്തിക്കുന്നതായിരുന്നു. ഏറ്റവും ഒടുവിൽ അവസാനിച്ച ഫൈനൽ പോലും. ഹീറ്റ്സ് മത്സരങ്ങളിലും വലിയ പ്രകടനങ്ങളുണ്ടായി. ഹീറ്റ്സ് മത്സരങ്ങളിൽ പള്ളാത്തുരുത്തിയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. 4.14 എന്ന റെക്കോർഡ് സമയത്ത് അവർ പൂർത്തിയാക്കി. അതിനുശേഷം ഫൈനലിലേക്ക് എത്തുമ്പോൾ 4.0985 എന്ന മൈക്രോ സെക്കൻഡിലാണ് അവർ ഫിനിഷ് ചെയ്തത്. തൊട്ട് പിന്നാലെ അവർക്കൊപ്പം ഉണ്ടായിരുന്നത് വിയപുരം ചുണ്ടനാണ്. BBC കൈനഗിരി വിജയിച്ചു എന്ന് നമ്മൾ കരുതിയിരുന്നെങ്കിൽ പോലും അങ്ങനെയല്ല. ഔദ്യോഗികമായി ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി അത് പരിശോധിച്ചപ്പോഴാണ് അത് BBC അല്ല, കാരിച്ചാൽ PBC തന്നെ. നിങ്ങൾ വള്ളംകളി ഫ്രണ്ടിൽ വന്നോ, നിങ്ങൾ മനസ്സിലാക്കാം ഇത് വിയോരായി ജയിച്ച് ഒരിക്കലും നിങ്ങൾ നോക്കാം. ഒരുമിച്ച വള്ളം വന്ന് സംഘാടകർ കാണാനായിട്ട് സമ്മതിക്കുന്നില്ല. ഇതൊരു ഫോട്ടോ ഫിനിഷിൽ ഒരു മിനിറ്റ് ലീഡെടുത്ത് പള്ളാത്തുരുത്തിയും വിയവരും ഒരുമിച്ചാണ് വന്നത്. മൈക്രോ സെക്കൻഡ് പോലും വ്യത്യാസമില്ല. സംഘാടകർ നമ്മളായിട്ട് അടുക്കുന്നില്ല. വിയവരുമാണ് ലീഡ്. വിയവരും നിങ്ങൾ നോക്കണം, നിങ്ങൾ കയറി നോക്കുക. പള്ളാത്തുരുത്തിക്കാണ് അവർ കപ്പ് നിർദ്ദേശിക്കുന്നത്. ഒരിക്കലും അനുവദിക്കില്ലേ, പരാതി കൊടുക്കാൻ പറ്റില്ല. ഞങ്ങളെ കയറ്റിവിടണം. ഞങ്ങൾക്ക് സംഘാടകരോട് സംസാരിച്ചാൽ മതി. ഞങ്ങൾ തെളിവ് കാണിക്കാം. സമയം തുല്യ സമയം സംയുക്ത നേതാക്കളാക്കി പ്രഖ്യാപിക്കും. ഞങ്ങൾ അംഗീകരിച്ചു. തുല്യ സമയം. അതെ, നിങ്ങൾ ജയിച്ചവർ കപ്പ് കൊടുക്കുക.
ജയിച്ചവര് കപ്പ് കൊടുക്കും. അല്ലാതെ പള്ളാത്തുരുത്തിക്ക് വേണ്ടിയിട്ട് ഒരു നിയമം ജയിച്ചവര് വേണം കപ്പ്. തുല്യ സമയം ഒരിക്കലും വീഡിയോ കാണിക്കണം. രണ്ടാമത് വീഡിയോ ടൈം ബോർഡിൽ ഓരോ ടൈം മൈക്രോ സെക്കൻഡ് വരെ കറക്റ്റ്. ടൈം ബോർഡിൽ ശരിയല്ല. വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം ചുണ്ടനാണ് രണ്ടാം സ്ഥാനത്തെത്തിയത്. ഇപ്പോൾ ആ ബോട്ട് ക്ലബ് ടീമാണ് വൈകാരികമായി പ്രതികരിക്കുന്നത്. മില്ലി സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഈ ഒന്നാം സ്ഥാനം അവർക്ക് നഷ്ടമായത്. അത് തന്നെ ആ വിധി നിർണയം അത് ശരിയല്ല എന്നാണ് അവരുടെ പ്രധാന ആരോപണം. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ 24-നോട് സംസാരിക്കുകയായിരുന്നു ഈ ടീം അംഗങ്ങൾ. രണ്ട് വള്ളങ്ങളും ഒരേപോലെ ഫോട്ടോ ഫിനിഷിലെത്തി എന്നതാണ് അവരുടെ അവകാശവാദം. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സംഘാടകരുമായി കണ്ട് സംസാരിക്കണം. ഈ വിധി നിർണയം അത് ശരിയല്ല എന്നുള്ള ആരോപണമാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി മനീഷ് മഹിബാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ചേരുമെന്നാണ് പ്രതീക്ഷിച്ചത്. മനീഷ് മഹിബാലുണ്ട്. മനീഷ്, എന്താണ് അവരുടെ പരാതി? അതായത് ഇത് മില്ലി സെക്കൻഡിന്റെ മാത്രം വ്യത്യാസത്തിലാണ് അവർക്ക് കപ്പ് നഷ്ടമായത്. സ്വാഭാവികമായി അവർ പറയുന്ന കാര്യങ്ങൾ ഇനി പുനഃപരിശോധിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ? ഇവിടെ പറയാമോ? പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഇവിടെ ജയിച്ചത് പള്ളാത്തുരുത്തി ക്ലബ്ബാണ്. പക്ഷേ ഇവിടെ അവകാശവാദവുമായി BBC വില്ലേജ് ബോട്ട് ക്ലബ്ബ് നിങ്ങൾ ഫൈനൽ നോക്കുക. വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് ഫൈനൽ അടിച്ചത്. എന്താ സംഘാടകര് നമ്മളെ കയറ്റി വിടാൻ പോലും അനുവാദം ചെയ്യുന്നില്ല. ഞങ്ങൾക്കൊന്ന് സംസാരിക്കാനോ ഞങ്ങളുടെ കമ്മിറ്റിക്ക് ഒന്ന് സംസാരിക്കാനോ ആരുടെ ഓശാരം വേണ്ട. ഞങ്ങൾ തുഴഞ്ഞു ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ കപ്പ്യം കയറണം. തുല്യ സമയം ഓട്ടോമാറ്റിക് സ്ക്രീനിൽ തുല്യ സമയം കാണിച്ചിട്ടും ഈ നിഷേധപരമായ പരിപാടി കാണിച്ചത് തരില്ല. ഞങ്ങളുടെ ആക്ഷേപം പോലും കേൾക്കാതെ അതിന് അവരവരെ പുല്ല് വില കൽപ്പിക്കാതെ പള്ളാത്തുരുത്തി വിജയം അംഗീകരിച്ചു. അത് ശരിയല്ല. ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട്. അവർ പുനർപരിശോധിക്കണം. അവർ വിജയിയാണെങ്കിൽ അവർക്ക് കപ്പ് കൊടുക്കണം. ആരാ വിജയി എന്നുള്ളത് വീണ്ടും വീണ്ടും കണ്ടേ. നിങ്ങൾ നോക്കുക, ഫിനിഷിങ്ങിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല. വില്ലേജ് ആണ് മുന്നിൽ. നിങ്ങൾ നോക്കുക, നിങ്ങൾ കണ്ടില്ല. നിങ്ങൾ ഓൾറെഡി ലൈവ് ഇടുന്നവരാ. നിങ്ങൾക്കറിയാം ടൈമിങ് നോക്കുക. ആദ്യം ഇട്ട ടൈമിംഗ് അല്ലത്. നിങ്ങൾ നോക്കുക, ഒരു വ്യത്യാസം ഫിനിഷിംഗ് അതിനകത്ത് ഒരു വ്യത്യാസമില്ല. ഒരുപോലെ. എന്നാൽ സംഘാടകര് ഞങ്ങളുടെ കമ്മിറ്റിയുടെ അടുക്കാരെ അവർ നിൽക്കുന്നില്ല. ആദ്യം വന്ന ടൈമില് 4:21:79 വിയപുരവും കാരിച്ചാലും 4:21:79 വിയപുരവും കാരിച്ചാലും നോക്ക്. നിങ്ങൾ നോക്ക്. ആദ്യം വന്ന ടൈമാണിത്. ഇവരെവിടെ അറിയോ? ഞങ്ങൾ കഷ്ടപ്പെടുന്നത് പിള്ളേർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി ആ ഫൈനൽ. നിങ്ങളെ ടൈമിംഗ് നോക്കുക. ടൈമിംഗ് വ്യത്യാസം. നിങ്ങൾ ടൈമിംഗ് നോക്കുക. ഞങ്ങൾ കഷ്ടപ്പെട്ടവരാണ്. ഞങ്ങൾ ചോദിക്കാൻ പാടില്ല. പുനഃപരിശോധന ചെയ്തതിനു ശേഷം കപ്പ് പ്രഖ്യാപിക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും ഇപ്പൊ കപ്പ് പ്രഖ്യാപിക്കാൻ പാടില്ല. അവര് വോട്ട്സ് ഉപയോഗിച്ച് തള്ളി മാറ്റുമായിരിക്കും. എന്തായാലും ഞങ്ങൾ മാറത്തില്ല. അവര് കൃത്യമായി മറുപടി തരപ്പെട്ട് വള്ളം ഇവിടെ മുങ്ങിക്കിടന്നപ്പം ഞങ്ങളുടെ പ്രയോറിറ്റി അവരാ. ഞങ്ങൾക്ക് ഓടി എത്താൻ സാധിക്കുന്നില്ല. ആ സമയത്ത് ഇവന്മാര് കാണിച്ച തന്നതിലഴിയായത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പുന്നമടയിൽ ജലചക്രവർത്തി അശ്വമേധം അത് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കൈക്കരുത്തിലേറി കാരിച്ചാൽ ചുണ്ടൻ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ്. ആ ട്രോഫി അവർ നേടിയിരിക്കുകയാണ്. പക്ഷേ അതേസമയം തന്നെ വില്ലേജ് ബോട്ട് ക്ലബ് തുഴഞ്ഞ വിയപുരം സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. ഈ ഒരു സാഹചര്യത്തിൽ വിധി നിർണയം പുനഃപരിശോധിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ BBC മുന്നോട്ട് വെക്കുന്നത്.